പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയും ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും. ഇന്ന് പകൽവേളയിലെ ധ്യാനത്തിനായിട്ട് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി തീരണം. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഈ വായിച്ച വേദഭാഗത്ത് പൗലോസ് എഫെസോസ് സഭയെക്കുറിച്ച് ഉള്ളൊരാഗ്രഹം പറയുകയാണ്. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽവേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, പലപ്പോഴും നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്. കാരണം മറ്റുള്ളവരൊക്കെ കാണുന്നതൊക്കെ പുറമേ ഉള്ള കാര്യങ്ങളാണല്ലോ. ആ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് സമയം നമ്മൾ വേർതിരിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ അകത്തുള്ളവനെ ബലപ്പെടുത്തുവാൻ, നമ്മുടെ മനസ്സിന് ധൈര്യം വരുവാൻ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഇവിടെ പൗലോസ് ദൈവസഭയിലെ വിശ്വാസികളോട് പറയും, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മളുടെ അകത്തെ മനുഷ്യന് ശക്തിയില്ലാത്തത് കൊണ്ടാണ്. പുറമേ ഒക്കെ നമ്മൾ ഭയങ്കര ധൈര്യശാലികളാണ്. പുറമേ ഒക്കെ നമ്മളെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുവാനൊക്കെ കഴിവുള്ളവരാ. പക്ഷെ നിസ്സാരമായ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുന്ന ഒരു സാഹചര്യം. ആ തളർച്ച നമുക്കുണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽവേളയിൽ ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു, ക്രിസ്തുവേശുവിലുള്ള ബലത്തിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ധൈര്യപ്പെടണം. അകത്ത് ബലം കർത്താവിൽ കൂടെയാ. കർത്താവിലുള്ള ബലം, പരിശുദ്ധാത്മാവ് നൽകുന്ന ബലം, പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യം, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശ. സ്തോത്രം. മാനുഷികമായ ധൈര്യത്തെക്കാൾ അധികമായി, മാനുഷികമായ പ്രത്യാശയേക്കാൾ അധികമായി നമ്മുടെ ഉള്ളിൽ നമുക്ക് ലഭിക്കേണ്ടത് ദൈവികമായ ധൈര്യമാണ്. ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ തകർത്ത് കളയുവാൻ മുൻപോട്ട് ഒറ്റയ്ക്കിറങ്ങിയ ദാവീദിന് പുറമെ ആളുകൾ നോക്കിയപ്പോൾ ദാവീദ് വളരെ ഒരു ചെറിയ ബാലനാണ്. ഇനിയും തന്റെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്റെ ശരീരത്തിനകത്ത് ഒരു പടയാളി ധരിക്കേണ്ട ഒരു കാര്യങ്ങൾ പോലും ധരിക്കുവാൻ തനിക്ക് കഴിയുന്നില്ല. ആകമാനം തൻ്റെ പുറമേയുള്ള കാഴ്ചപ്പാടുകൾ മറ്റുള്ളവർ നോക്കുമ്പോൾ സീറോയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ മനുഷ്യനാണ് ഒറ്റയ്ക്ക് ഗോലിയാത്തിനെ തകർത്ത് കളഞ്ഞത്. സത്യം നമ്മൾ ഓർക്കണം. അതിന് കാരണം എന്താണ്? ഉള്ളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിലുള്ള ബലമാണ്. അതുകൊണ്ടാ പൗലോസ് തന്റെ ലേഖനത്തിൽ ഒരു ഭാഗത്ത് പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അപ്പോൾ നമ്മളുടെ മുൻപിലുള്ള ഒരു കൂട്ടം സൈന്യത്തോട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ആ സൈന്യത്തെ നമുക്ക് അതിജീവിപ്പാൻ കഴിയണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ സാധിക്കത്തില്ല. പിന്നെ എന്താണ്? ക്രിസ്തുവിലുള്ള പ്രത്യാശയും ബലവുമാണ് നമുക്ക് വേണ്ടത്. അതാ പൗലോസ് പറഞ്ഞത്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്ന് പകൽക്കാലം ദൈവത്താലാ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത്. ദൈവത്തിന്റെ ശക്തിയാൽ. ഹല്ലേലൂയ. ചന്ദ്രയ്ക്ക് മേശയ്ക്ക് അഭേദ്രകോ 3 ബാലന്മാരെ തീച്ചുളയിൽ തള്ളിയിട്ടപ്പോൾ തീജ്വാല അവരെ പൊള്ളിക്കാതിരുന്നത്, തകർത്ത് കളയാതിരുന്നത്, കത്തിച്ച് കളയാതിരുന്നത് അവരുടെ പുറമെയുള്ള സൗന്ദര്യം കണ്ടിട്ടല്ല, അവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിലുള്ള അവരുടെ ധൈര്യം കണ്ടിട്ടാ. യേശുവിന്റെ നാമം. ഇന്ന് പകൽവേളയിൽ നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളെ നമുക്ക് അതിജീവിപ്പാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മബലം ഉണ്ടാകട്ടെ. നമ്മുടെ ഉള്ളിൽ ഒരു കത്തുന്ന പ്രകാശപൂരിതമായ
പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉദിച്ചു കയറട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിപ്പാൻ, മുൻപിലുള്ള സകല ദുർഘടങ്ങളെയും തകർത്ത് കളയുവാൻ നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മളൊന്ന് ധൈര്യപ്പെട്ട് ഉണർന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിക്കിടക്കുന്ന സിംഹം സടകുഴന്ന് എഴുന്നേൽക്കുന്നത് പോലെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ തകർത്ത് കളയുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിങ്ങൾ ശക്തിപ്പെടണം. അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ അറിയാം, സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത് സഭയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നപ്പോഴാണ്. അവർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചപ്പോൾ വലിയൊരു ദൈവിക ശക്തി അവിടെ മേൽ ഇറങ്ങി വന്നു. ആ ദൈവശക്തിയാൽ അവർ ഒരുമിച്ച് ചേർന്ന് പാടുവാൻ, ആരാധിക്കുവാൻ, അവർക്ക് ലഭിച്ച ദൈവകൃപയാൽ അനേകരോട് സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. സഭ വളരുവാൻ തുടങ്ങി. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽ വേളയിൽ നിങ്ങളൊരു വളർച്ച ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ബലമുണ്ടാകട്ടെ. പൗലോസ് പറഞ്ഞു, അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടത് അകത്ത് മനുഷ്യൻ ധൈര്യമുണ്ടാകട്ടെ. നിങ്ങൾ ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും, നിങ്ങളുടെ വേദന മാറും, നിങ്ങൾ ചെല്ലുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറി നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാകും. ആകയാൽ ഈ വചനത്തിൽ വിശ്വസിക്കുക, അകത്തെ മനുഷ്യനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ മുൻപോട്ട് പോകുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന്റെ ദിവസമായി തീരട്ടെ. എല്ലാവിധ ആശംസവും പ്രാർത്ഥനയും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.